നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ ഫിറ്റ്നസ് നോക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും ഗ്രിൽഡ് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്. കാരണം ഇതിനകത്ത് ഓയിൽ ആഡ് ചെയ്യുന്നില്ല, ഇതിനകത്ത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫാറ്റ് കുറവാണ്, പ്രോട്ടീൻ ധാരാളം കിട്ടുന്നുണ്ട്. ചിക്കൻ ഈ പറയുന്ന അൽഫാമും സംഭവങ്ങളും ഷവായിയൊക്കെ മേടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഓർത്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് മസാല കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരുപാടധികം ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാടധികം അപകടങ്ങളുണ്ട്. വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്ക് കൂടിയാണ്. ഗ്രിൽഡ് ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന ഗ്രിൽഡ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർസിനോജനിക് ആണെന്നുള്ളൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊരു മിത്തൊന്നുമല്ല, അതിൽ കുറേ കാര്യങ്ങൾ സത്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം ഇതെങ്ങനെയാണ് കാർസിനോജനിക് ആകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തെ നമുക്ക് എങ്ങനെ കുറച്ച് നിർത്താം, ഈ റിസ്ക് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കാർസിനോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്. കാർസിനോജനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസർ റിസ്ക് കൂടുന്ന സംഭവങ്ങളാണ് നമ്മൾ കാർസിനോജനിക് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുപാടധികം ഐഡിയാസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ പറയുന്ന കോൾ ആഡ് ചെയ്യുന്നതുകൊണ്ടാണോ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കാർസിനോജനിക് ആകുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണുമായിരിക്കും. ഡയറക്റ്റ്ലി കോൾ ഒരു കാരണമാകുന്നില്ല എന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ്ലി ഇതൊരു കാരണമാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സമയം ഈ പറയുന്ന സാധനം വെച്ച് കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളെല്ലാം ഗ്രില്ല് ചെയ്യാൻ നേരത്ത് ഒത്തിരി സമയം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സംഭവം കുക്ക് ചെയ്ത് നമുക്ക് വൃത്തിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം പുകയും സംഭവങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് കാരണങ്ങൾ, ഹൈ ടെമ്പറേച്ചറും ഈ പുകയും തന്നെയാണ് ഈ കോള് ഈ പറയുന്ന കാർസിനോജനിക് ആക്കി മാറ്റുന്നത് ഈ ഭക്ഷണത്തെ. അതാണ് ഈ കോള് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ആദ്യം തന്നെ നമുക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻ ഫാറ്റാണ്. ഈ ഹൈ ഇൻ ഫാറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഹൈ ഫാറ്റ് പ്രശ്നമാകുന്നത് എന്നുള്ളതിനെ പറ്റി ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. എന്തായാലും കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഹൈ ഫാറ്റ് ആയിട്ടുള്ള ഈ റെഡ് മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർസിനോജനിക് ആണെന്ന് പറയാൻ ഒരുപാടധികം കാരണങ്ങളുണ്ട്. അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ വരുന്ന ഒരു പോയിന്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അടുത്തായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും പ്രോസസ്ഡ് ആയിട്ടുള്ള ഹോട്ട് ഡോഗ് പോലുള്ള മീറ്റൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി കിട്ടും. കുറച്ചൊക്കെ പ്രോസസ്സ് ചെയ്ത് സാൾട്ടൊക്കെ ആഡ് ചെയ്ത് വേറെ സംഭവങ്ങളെല്ലാം ആഡ് ചെയ്ത് വരുന്ന സംഭവമുണ്ട്. അത് ജസ്റ്റ് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാർസിനോജനിക് ആണെന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ഗ്രൂപ്പ് 1 തന്നെ പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1 കാർസിനോജൻസിൽ തന്നെ പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നടത്തിയ പഠനങ്ങളെല്ലാം തന്നെ ഇവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ കോസിംഗ് ആണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെ ഇതിന് ഗ്രൂപ്പ് 1 തന്നെ അവർ പെടുത്തി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെട്രോസൈക്കിൾ അമൈൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കൂടുതൽ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഫിഷ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ അകത്തെല്ലാം തന്നെ നാച്ചുറലായിട്ടും ക്രിയേറ്റീവ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിനോ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ ഈ പറയുന്ന ഹെട്രോസൈക്കിൾ അമൈൻസ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹെട്രോസൈക്കിൾ അമൈൻസ്, അതായത് HCA എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ HCA എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കാർസിനോജനാണ്, അല്ലെങ്കിൽ ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മസിൽ മീറ്റുകൾ, അതായത് മട്ടൺ, ചിക്കൻ, ബീഫ് മുതലായ സംഭവങ്ങൾ നമ്മൾ ഹൈ ഹീറ്റിൽ വെച്ച് ചൂടാക്കി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഈ പറയുന്ന അമിനോ ആസിഡ് ഈ പറയുന്ന ക്രിയേറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഈ HCA എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഷവായ ഉണ്ടാക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഹീറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇത് എന്തോ ഒരു സമയമായിട്ട് അവിടെ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അപ്പം ഇങ്ങനെ കടന്നു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HCA എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ ഈ HCA പോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്നാണ് പറയുന്നത്. PAH എന്ന് നമുക്കിനെ വിളിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ PAH എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഈ പറയുന്ന മീറ്റിൻ്റെ അകത്ത് എന്ന് പറയുമെങ്കിൽ നല്ല രീതിയിൽ മീറ്റ് ജ്യൂസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചൂടായി കഴിയുമ്പോഴത്തേനും
കഴിയുമ്പോഴത്തേനും മീറ്റ് ജ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് വീണ് കഴിയുമ്പോഴത്തേനും ഇത് നമ്മുടെ ഹോട്ട് സർഫേസിൽ വീണിട്ട് അവിടെ നിന്നുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ PAH എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ PAH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മീറ്റിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാർസിനോജനാണ്. അത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ DNA സ്ട്രക്ചറിനെ തന്നെ മാറ്റാൻ വേണ്ടി കഴിവുള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹൈലി കാർസിനോജൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത് സ്മോക്ക് കൊണ്ടും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ രണ്ട് സാധനമാണ് മെയിനായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്യാൻസറിന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ റെഡ് മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് കടയിൽ പോയിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല ഈ കാര്യങ്ങളൊന്നും. അപ്പം നമുക്ക് വീട്ടിൽ നമ്മൾ ഇനിയിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ നേരത്ത് നമുക്ക് എങ്ങനെ ഇതിനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രോസസ്ഡ് മീറ്റ് അതുപോലെ റെഡ് മീറ്റ് എന്നിവ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോസസ്ഡ് മീറ്റിൻ്റെ അകത്ത് റെഡ് മീറ്റിൻ്റെ അകത്തും കാർസിനോജൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. റെഡ് മീറ്റിൻ്റെ അകത്ത് ഫാറ്റ് ഉണ്ട്. ഫാറ്റ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ പറയുന്ന രീതിയിൽ പുക കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ മറ്റേ സംഭവം PAH എന്ന് പറഞ്ഞാൽ നമ്മളെ സംഭവം, അതായത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്യാൻസർ റിസ്ക് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ പ്രോസസ്ഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന റെഡ് മീറ്റും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുക്കിംഗ് ടൈം കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കൂടുതൽ സമയം ഈ പറയുന്ന രീതിയിൽ ഇതിനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെട്രോസൈക്ലിക് അമൈൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ഹെട്രോസൈക്ലിക് അമൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രിയേറ്റിനും അതുപോലെ തന്നെ അമിനോ ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ HCA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കോൾസ് ആഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ പറയുന്ന സാധനത്തെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോളിനെ നമ്മൾ പല സൈഡുകളിലേക്കായിട്ട് ഒതുക്കി വയ്ക്കുക, എന്നിട്ട് മീറ്റ് നടുക്ക് നിർത്തുക. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് കിട്ടും, പക്ഷേ ഹൈ ആയിട്ടുള്ള രീതിയിൽ ഹീറ്റ് വരത്തുമില്ല. അപ്പോൾ അതിന് നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ശരിക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന സംഭവത്തെ ചിക്കന് അല്ലെങ്കിൽ ബീഫിനെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് നമ്മൾ ഉപയോഗിക്കരുത്, കാരണം റെഡ് മീറ്റാണ്. അപ്പോൾ ചിക്കനെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ചിക്കനെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ മാരിനേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഹെട്രോസൈക്ലിക് അമൈൻസ് HCA എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വെച്ചേക്കുക. അപ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന കുക്കിംഗ് ടൈം കുറവായിരിക്കും. അത്രയും കുറച്ച് സമയം മാത്രം നമുക്ക് ഈ പറയുന്ന ടെമ്പറേച്ചറിലോട്ട് ഹൈ ടെമ്പറേച്ചറിലോട്ട് വെച്ചാൽ മതി. ഹൈ ടെമ്പറേച്ചറിൽ വെക്കേണ്ട, നിങ്ങൾ ഒരു ലോ ടെമ്പറേച്ചറിൽ തന്നെ വെച്ചോളുക. എന്നാലും പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓവന് അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ ചെയ്തിട്ട് മാത്രം നിങ്ങൾ അതിനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഓവർ കുക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവത്തെ തിരിച്ചും മറിച്ചും ഉറപ്പായിട്ടും ഇടുന്നുണ്ടായിരിക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓവർ കുക്ക് ആയിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓവർ കുക്ക് ആയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അന്നേരമാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ഇതിന് ജ്യൂസ് വീണിട്ട് നമുക്ക് ഈ പറയുന്ന സീല് PAH എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഹെട്രോസൈക്കിൾ HCA എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്ന എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ പുകയെല്ലാം വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡും എപ്പോഴും മറിച്ചിടുക. ചാറിങ് നടക്കത്തില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. ചാറിങ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഒരു കരി ഫോം ചെയ്യുന്നത് ഓവർ കുക്കായി പോകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ചാറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെജിറ്റബിൾസും മറ്റുമൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്രില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം വെജിറ്റബിൾസിന് ഒരു കാരണവശാലും ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഈ കാർസിനോജൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നതല്ല. അത് മാത്രമല്ല ഈ പറയുന്ന വെജിറ്റബിൾസിനകത്ത് നമുക്ക് ചില്ലീസ് ഉൾപ്പെടുത്താം. അപ്പോൾ ചില്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്യാൻസറിനെയൊക്കെ എതിർത്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില്ലീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ടൊമാറ്റോസ് ആഡ് ചെയ്യാം, ബാക്കി വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് എന്തോരം വേണം കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനും പറ്റും, ഗ്രില്ലിങ് എൻജോയ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മീറ്റ് കുറച്ച് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രില്ല് നമുക്ക് തയ്യാർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മീറ്റിൻ്റെ ഫാറ്റി ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം മാത്രം പറയുന്ന രീതിയിൽ ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ PAH എന്ന് പറയുന്ന സാധനം പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീറ്റ് ജ്യൂസിൻ്റെ അകത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ മീറ്റ് ജ്യൂസ് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഫാറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ പറയുന്ന PAHനെ കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഫാറ്റിനെയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കണ്ടിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ PAHനെ കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രില്ലിനെ ചൂസ് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മളെല്ലാവരും കൂടുതൽ പേരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കോൾ വെച്ചിട്ടുള്ള ഗ്രില്ലുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗ്യാസ് വെച്ചിട്ടുള്ള ഗ്രില്ലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുകയും കുറേയധികം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമുക്ക് ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറച്ച് ഹീറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഇതിന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ PAHനെയും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ
തന്നെ നമ്മുടെ ഈ പറയുന്ന ഹെട്രോസൈക്ലിക് HCA എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. ഗ്യാസ് കൊണ്ടുള്ള രീതിയിലുള്ള ഗ്രില്ലുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത്രയധികം പോയിൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഈ പറയുന്ന കാർസിനോജൻസിനെ കുറച്ച് നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, തീർച്ചയായിട്ടും നമുക്കിത് പറയുന്ന ഈ ഗ്രിൽഡ് ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ക്യാൻസർ റിസ്കിനെ കുറച്ച് നിർത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. ടെമ്പറേച്ചർ മാക്സിമം ആയിട്ട് നമ്മൾ കുറച്ച് നിർത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ HCA എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പുക കുറയ്ക്കുക, റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന PAH എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് കുറച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയധികം പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് കരുതുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടി സാധിച്ചതെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന അൽഫാം അല്ലെങ്കിൽ ഷവായി എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റേ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.